എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ തിരക്കാണ്, തിരക്കാണ്. ഇപ്പോൾ കെട്ടുനിറയുടെയൊക്കെ സമയമല്ലേ, അതുപോലെ തന്നെ അതുകൊണ്ടാണ് വീഡിയോസ് 2-3 പേര് വാട്സാപ്പിൽ നോക്കാനുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് നോക്കിയിട്ട് പറയും. അതുപോലെ ഇനിയും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ നോക്കി ജനനസമയം, ജനനത്തീയതി, ജനനസ്ഥലം, പേര് ഇത്തരം കാര്യങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകം ഫ്രീ ആയിട്ട് നോക്കി നിങ്ങളുടെ ജാതകത്തിൽ ദശാസന്ധി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വഴിപാടുകളൊക്കെ നടത്തി ജീവിതമൊക്കെ തിരിച്ചു പിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുക ചെയ്യുക. അപ്പോൾ യാതൊരുവിധ ഫീസോ ലൈവിലാണെങ്കിലും അതുപോലെ തന്നെ വാട്സാപ്പിലാണെങ്കിലും യാതൊരു ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളാണ് വഴിപാട് നടത്തേണ്ടത്. ചെറിയ ചെറിയ വഴിപാടുകൾ ഉണ്ടാക്കുള്ളൂ, നടത്തുക. നിങ്ങൾക്ക് എന്താണ് പലരും സംശയിക്കും, എന്താണ് ശാന്തി അല്ലെങ്കിൽ തിരുമേനി എന്താണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നോക്കണം. അപ്പം ഞാൻ ഫ്രീ ആയിട്ട് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ സാമ്പത്തിക ശേഷി കുറഞ്ഞവരായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ജ്യോത്സ്യം നോക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം നോക്കാനുള്ള സാമ്പത്തിക ശേഷി എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറഞ്ഞത് ഒരു 500 രൂപയെങ്കിലും അല്ലെങ്കിൽ 1000 രൂപയെങ്കിലും ദക്ഷിണ കൊടുക്കണം പല സ്ഥലങ്ങളിലായിട്ടും, ജ്യോത്സ്യന്മാർക്കാണെങ്കിലും തിരുമേനിമാർക്കാണെങ്കിലും. അപ്പം അവരും ജീവിച്ചു, അവരും കുറ്റം പറഞ്ഞില്ല, അവർക്കും ജീവിച്ചു പോകണം. അവർക്ക് ഇത് മാത്രമാണോ ഇതുള്ളൂ? ജ്യോത്സ്യന്മാരാണെങ്കിലും ശാന്തിക്കാരാണെങ്കിലും അല്ലെങ്കിൽ തിരുമേനിമാരാണെങ്കിലും ജീവിച്ചു പോകണമെങ്കിൽ ഇത് വേണം. നമുക്കിപ്പോൾ അത്യാവശ്യം പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ കല്യാണമൊന്നും കഴിക്കാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഓടിയൊക്കെ പോകാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നോക്കിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ നമ്പർ ഞാനത് കൊടുത്തേക്കാം. മുന്നുള്ള വീഡിയോസിലുണ്ട്, ഇതിനകത്തില്ലെങ്കിൽ തന്നെ മുന്നുള്ള വീഡിയോസിലൊക്കെ വാട്സാപ്പ് നമ്പറുണ്ട്, അതിനകത്ത് മെസ്സേജ് നമുക്ക് വിടാം, ധൈര്യമായിട്ടും വിടാം. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ കണ്ട് നിങ്ങൾ മെസ്സേജ് വിട്ടുള്ളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം, ഏത് രാത്രി വേണമെങ്കിലും ചോദിക്കാം. ഞാൻ രാത്രി 12 മണി എന്തായാലും വാട്സാപ്പിൽ ഉണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും പൂജ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് ഉണ്ടായിരിക്കുള്ളൂ. വെളുപ്പിന് 7 മണിക്ക് ശേഷവും ഞാൻ വാട്സാപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള മെസ്സേജുകളൊക്കെ വിട്ടേക്കാം. അപ്പോൾ വെളുപ്പിന് രാവിലെയാണ് വിടുന്നതെങ്കിൽ 7 അല്ലെങ്കിൽ 8 മണിക്ക് 10 മണിക്ക് ശേഷമാണ് റിപ്ലൈ ഉണ്ടാവുള്ളൂ. രാത്രിയിലൊക്കെ മെസ്സേജ് വിടുമ്പോൾ അപ്പോൾ തന്നെ മറുപടി കിട്ടും. അത് 7 മണിക്ക് ശേഷം എപ്പോഴും കിട്ടും, രാത്രിയിൽ മെസ്സേജ് കിട്ടും. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2026 ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വർഷം. അപ്പം നമുക്ക് ജ്യോതിഷമായിട്ട് ലോട്ടറിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ നിങ്ങളത് ചിന്തിക്കേണ്ട. അപ്പോൾ നമ്മൾ വ്യാഴത്തിൻ്റെ ഒരു പ്രസാദത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുക. അപ്പോൾ അവരുടെ ഭാഗ്യ നമ്പറെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ആ നമ്പറുകളൊക്കെ എടുക്കുക. ഓക്കെ, ജീവിതമൊക്കെ തിരിച്ചു പിടിക്കുക. അപ്പം ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഉള്ള സർവ്വൈശ്വര്യങ്ങളും അഭിവൃദ്ധികളുണ്ടാകുന്ന വ്യാഴത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ജ്യോത്സ്യമായിട്ട് ലോട്ടറിക്ക് യാതൊരു ബന്ധമില്ല. അതുപോലെ ലോട്ടറി എടുക്കാൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾ ലോട്ടറി അടിക്കാനാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി, ഒരുപാടൊന്നും എടുക്കേണ്ട. ലോട്ടറി എടുക്കുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അപ്പോൾ എന്തായാലും ലോട്ടറി എടുക്കുന്നവർ, സ്ഥിരമായിട്ട് എടുക്കുന്നവരാണ് അടിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുക. മുന്നുള്ള വീഡിയോസിൽ നോക്കിയാൽ അറിയാം ലോട്ടറി അടിക്കാൻ എങ്ങനെയാണ് ലോട്ടറി അടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലോട്ടറി അടിക്കാനുള്ള എളുപ്പ വഴികൾ. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ചാനൽ നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോ കാണും. അതനുസരിച്ച് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കും. 100 രൂപയെങ്കിലും അടിക്കാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 8 നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രസാദമുള്ള 7 നക്ഷത്രം അവർക്ക് ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് 2026. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുക. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് മെമ്പറൊക്കെ നറുക്കെടുക്കുന്നത് ജനുവരിയിലൊക്കെ ആയിരിക്കും. കറക്റ്റായിട്ട് അറിയില്ല, നമ്മൾ ലോട്ടറി എടുക്കാറില്ല. ലോട്ടറി എടുക്കാറുണ്ട്, അപൂർവമായിട്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എടുക്കാറുണ്ട്. പിന്നെ നമ്മളോട് പോണ നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ ചെയ്യുന്നവരുണ്ട്, ലോട്ടറി ഒക്കെ എന്ന് പറഞ്ഞാൽ അവരെ നിന്ന് എടുക്കാറുണ്ട്. എന്നാലും നമ്മൾ ഡേറ്റും കാര്യങ്ങളൊന്നും നോക്കാറ്, അവരുണ്ടെങ്കിൽ വിളിച്ചു പറയും അല്ലെങ്കിൽ വന്ന് പറയും. അങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ നോക്കാറില്ല, നമ്പറും നോക്കിയെടുക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ലോട്ടറി എടുക്കുമ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ലോട്ടറി അടിച്ചവരുണ്ട്. അപ്പോൾ അത് കാരണം അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിനൊക്കെ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവരുടെ ഭാഗ്യ നമ്പർ 4 അല്ലെങ്കിൽ 0, അവസാനം 4 വരുന്നത് അല്ലെങ്കിൽ 0 വരുന്ന നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് മകം നക്ഷത്രമാണ്. ആ ലാസ്റ്റ് അവസാനമൊക്കെ 5ഉം അതുപോലെ തന്നെ 1ഉം വരുന്ന നക്ഷത്രം ഇതെടുക്കുക, നമ്പറുള്ള സംഖ്യയുള്ള ലോട്ടറി എടുക്കുക. ഓക്കെ, അടുത്ത ചിത്തിരയാണ്. 9 അല്ലെങ്കിൽ 6 വരുന്ന ലാസ്റ്റ് വരുന്ന നമ്പറുകൾ എടുക്കുക. അതുപോലെ തന്നെ അനിഴം നക്ഷത്രത്തിൻ്റെ 7 അല്ലെങ്കിൽ 1 വരുന്ന നക്ഷത്രങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രത്തിൻ്റെ
1 അല്ലെങ്കിൽ 7 അവസാനം വരുന്ന നമ്പറുകൾ എടുക്കുക. ചതയ നക്ഷത്രത്തിന് 3 അല്ലെങ്കിൽ 9 വരുന്ന നമ്പറുകൾ എടുക്കുക. രേവതി നക്ഷത്രമാണ് 2 അല്ലെങ്കിൽ 0 അവസാനം വരുന്ന നമ്പറുകൾ എടുക്കുക. പുണർന്ന നക്ഷത്രത്തിന് 8 അല്ലെങ്കിൽ 4 അവസാനം വരുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. 2024 നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ. ഞാൻ പറയുന്നത് വലുതൊന്നുമല്ല, നമുക്ക് ചെറുതായാലും കിട്ടട്ടെ എന്നാണ് പറയുന്നത്, കിട്ടുമെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഓം നമഃ ശിവായ, നമോ നാരായണ, ഓം ക്ലീം സൗഹൃദം ഭദ്രകാളി നമഃ.